ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു പാക്കറ്റ് ഇന്ത്യ ഗേറ്റ് മമ്മി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒന്ന് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യുന്നത്. അപ്പം സ്ട്രിക്ട്ലി ഫോളോയിങ് മമ്മീസ് റെസിപ്പി. അങ്ങനെ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇനീഷ്യലി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജോസേട്ടൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ജോസേട്ടൻ ഓരോന്നായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായ സവോള സ്ലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, ക്യാപ്സിക്കം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അതുപോലെ ബീൻസ് നമുക്ക് സ്ലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, കാഷ്യൂനട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചിക്കനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിക്കനിലൊക്കെ ഉപ്പ് പിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ നമ്മൾ മുട്ട അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചില്ലി ചിക്കനാണ് നമ്മൾ വെക്കുന്നത്. അപ്പം ചില്ലി ചിക്കന് നമ്മൾ റെഡ് കളർ, ഓറഞ്ച് കളറാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല റെഡ് കളറിൽ വരും. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ട് അതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ ആവശ്യത്തിനുള്ള സവോള റൈസ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചില്ലി ചിക്കനുള്ള ചിക്കൻ ഫ്രൈഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചില്ലി ചിക്കനാക്കി മാറ്റണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ ഈ ഒരു ചിക്കൻ കഴിച്ചാലും ഭയങ്കര പൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ നമുക്ക് എടുക്കാം. അത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഓയിൽ എടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലുണ്ടാവും. അതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും, ജോസേട്ടൻ കട്ട് ചെയ്ത് തന്ന ക്യാപ്സിക്കവും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം. ഇത് അത്യാവശ്യം വേഗണം. അപ്പം നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ ഇവിടെ സവോളയും ക്യാപ്സിക്കവും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടൊമാറ്റോ സോസ് അത്യാവശ്യം അധികം ആഡ് ചെയ്യണം. അപ്പം അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിൽ നമുക്ക് കുറച്ച് കളർ പൊടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ഇവിടെ നമ്മളുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു തിക്ക് ഫോമിലേക്ക് നമ്മളുടെ ചില്ലി ചിക്കൻ ആയിക്കഴിഞ്ഞു. അങ്ങനെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഗ്രേവി പോലെ ആക്കാൻ വേണ്ടി ഒന്നുകൂടി വേണമെങ്കിൽ ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 4 ഏലക്ക, 2 പട്ട, അതുപോലെ ഒരു 15 കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, ഒരു 4 ഗ്രാമ്പു, ഇത്രയും മമ്മിയുടെ കണക്കനുസരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ അരി കഴുകിയെടുക്കുന്നുണ്ട്. കഴുകി വെച്ച അരി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. റൈസ് വെന്തോ നമ്മളതിനെ അടച്ച് വെച്ചിട്ടുണ്ട്, ഊറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റൈസിന് ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു.
അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് നമ്മൾ RKG നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ RKG ആണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ RKG ആണ് യൂസ് ചെയ്യുന്നത്. RKG ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് റൈസ് ആദ്യം ഒരു ലെയർ പോലെ ഇട്ട് കൊടുത്തു. ആ റൈസിന് ഒരു ടോപ്പിംഗ് പോലെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സവാള വൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, കാഷ്യൂ നട്ട് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ റീസിൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമ്മൾ കുറച്ച് എഗ്ഗ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ എഗ്ഗും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ലുക്ക് നമുക്ക് ആ ഒരു ഡിഷിന് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ലെയറും നമ്മൾ എടുത്തു. റൈസ് വീണ്ടും നമ്മൾ ചെയ്തു. പിന്നെയും നമ്മൾ കുറച്ച് RKG ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും അതിലേക്ക് ഈ പറയുന്ന ഗാർണിഷിങ് ലെയറും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൈസും ഫ്രൈഡ് ചില്ലി ചിക്കനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ വേർഷൻ ഓഫ് മമ്മിയുടെ റെസിപ്പി അങ്ങനെ ഇവിടെ ട്രൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. എനിക്ക് നല്ല കമൻറ്റും കിട്ടി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്